BJP ഏറ്റവും പേടിക്കുന്ന ഒരു വ്യക്തിത്വമായി രാഷ്ട്രീയ സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. അദ്ദേഹം ഉന്നയിച്ച 75 വയസ്സാകുമ്പോൾ മോദി റിട്ടയർ ചെയ്യേണ്ടി വരും, അമിത്ഷാ പ്രധാനമന്ത്രിയാകും എന്ന അദ്ദേഹത്തിൻ്റെ ആരോപണത്തോട് ഇന്ന് സംസാരിച്ചിട്ട് പോലും മോദി പ്രതികരിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഈ അരവിന്ദ് കെജ്രിവാൾ വന്ന് സാധാരണഗതി നമ്മൾ മോദിക്കെതിരെ വർഗീയതയൊക്കെ പറഞ്ഞപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായിട്ട് BJPയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ ഒരു പിടിയും കുടിച്ചു. കാരണം മോദി തന്നെ പണ്ട് പറഞ്ഞതാണ് ഈ അദ്വാനിയും മുരളി മനോഹർ ജോഷിയൊക്കെ ഒതുക്കാൻ വേണ്ടി 75 വയസ്സായ എല്ലാവരും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 2025 സെപ്റ്റംബർ 17 മോദിക്ക് 75 വയസ്സ് തികയും. ആ 75 വയസ്സാകുമ്പോൾ മോദി സ്ഥാനം ഒഴിയുമോ, അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ വോട്ട് തേടുന്നതെന്നുള്ളൊരു ഒരു ചെക്ക് അങ്ങോട്ട് വെക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇത് ഈ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞുകൊണ്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അജണ്ടകളെ മൊത്തം പൊളിച്ചത് 3 പേരാണ്. 3 പേരെന്ന് പറഞ്ഞാൽ 1 CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്, 2 സുപ്രീം കോടതിയാണ്, 3 അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആളാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് CPM പോകുമ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ അവരുടെ ധാരണകൾ മൊത്തം പൊളിയുകയാണ്. സുപ്രീം കോടതി കൃത്യമായ നിലപാടെടുക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നു. അതിന് പിന്നാലെ വീണ്ടും CPM സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് SBIയോട് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൊണ്ടുവരാൻ. അവിടെ എല്ലാം അട്ടിപ്പതറുകയാണ്. പിന്നീടാണ് ഈ കെജ്രിവാളിനെ അകത്താക്കുന്നു. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോഴേക്ക് കളം മാറുകയാണ്, തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്. അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വേറൊരു ട്രാക്കിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടുപോയി. അത് കൃത്യമായിട്ട് BJPയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലേക്ക് കയറി പിടിച്ചു, മോദിയെ തന്നെ പിടിച്ചു. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മോദിക്ക് ബദൽ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുകയാണ്. അത്തരത്തിലേക്ക് ഒരു അജണ്ട, ഇന്ത്യ സഖ്യത്തിനൊരു അജണ്ട സെറ്റ് കൊണ്ടുവരും. ഇവിടെ കോൺഗ്രസ് ഇപ്പോഴും നമ്മൾ പരാമർശിച്ചു, കോൺഗ്രസ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രശ്നമുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം CA എന്നൊരു വിഷയം ഇന്നും മോദി കൊണ്ടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എന്താണ് നാളെ പറയാൻ പോകുന്നത് നമ്മൾ കാത്തിരിക്കുകയും കൂടിയാണ് ഈ സാഹചര്യം. അതെ.